മലപ്പുറം നിലമ്പൂർ വാടപ്പുറം ടൗണിൽ കാട്ടുപോത്തിറങ്ങി. ഉച്ചയ്ക്ക് 2 മണിയോടെ എത്തിയ കാട്ടുപോത്ത് സ്ഥലത്ത് പരിഭ്രാന്തി പടർത്തി. വനപാലകരെത്തിയ കാട്ടുപോത്തിനെ കാട് കയറ്റുകയായിരുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് സമീർ? ശ്രീജിത്ത്, 1.5 മണിക്കൂറിലേറെ ജനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കാട്ടുപോത്തിനെയാണ് ഈ വനം വകുപ്പും ഒപ്പം തന്നെ ഈ ദ്രുതകർമ്മ സേനയും ചേർന്ന് കാട് കയറ്റിയിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ താളി പൊയിൻകടവിലൂടെയാണ് കാട് കയറ്റിയത്. വനപാലകർ പടക്കം പൊട്ടിച്ചും ഒപ്പം തന്നെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ചും പിന്നാലെ കൂടിയതോടെയാണ് കാട്ടുപോത്ത് ചാലിയാർ പുഴ നീന്തിക്കടന്ന എടക്കോട് വനമേഖലയിലൂടെ കാട് കയറിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് കാട്ടുപോത്ത് ഈ വടപ്പുറം ടൗണിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുതിരപ്പുഴയിലൂടെ നീന്തി കയറിയ കാട്ടുപോത്ത് വണ്ടൂർ റോഡിലൂടെ കയറി കമ്പനിക്കുന്നിൽ ഭാഗത്തൂടെയൊക്കെ തന്നെ നടന്നു പോവുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം ഈ കാട്ടുപോത്ത് പ്രദേശത്ത് പരിഭ്രാന്തി പരത്തുകയായിരുന്നു. എന്നാൽ അക്രമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ കാട്ടുപോത്ത് മുതിർന്നില്ല. പിന്നാലെ വനംവകുപ്പ് എല്ലാവരും ചേർന്ന് നിലവിൽ 1.5 മണിക്കൂറിന് ശേഷം കാട്ടുപോത്തിനെ തിരികെ കാട്ടിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും കാട്ടുപോത്ത് ആദ്യമായാണ് പട്ടാപ്പകൽ ഈ ടൗണിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീജിത്ത്, ശരി. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.